നിഷാദ് കോയ എഴുതി നവാഗതനായിട്ടുള്ള വീര സംവിധാനം ചെയ്ത് നമ്മുടെ ഷെയ്ൻ നിഗം, സാക്ഷി വൈദ്യ എന്നിവരെ പ്രധാന വേഷങ്ങളിൽ ഇട്ട് പുറത്തു വന്നിട്ടുള്ള റൊമാൻറ്റിക് കോമഡി, മ്യൂസിക്കൽ, പൊളിറ്റിക്കൽ ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഹാൽ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ നമ്മുടെ ഇദ്ദേഹം പഠിക്കാനൊക്കെ ഒത്തിരി ബാക്കിലോട്ടാണ്. ഒരു യൂത്ത് യങ് അലമ്പി നടക്കുന്ന പയ്യന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ട് അവർക്ക്. ഷെയ്ൻ നിഗത്തിനെ കാണാൻ ലുക്കും നല്ല ചാമിങ്ങും ആയിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് ഇവരെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അത് മാത്രമല്ല സിനിമയിലെ എഡിറ്റിംഗ് കിണ്ണം കച്ച എഡിറ്റിംഗ്. നിന്ന നിപ്പിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറയുന്നു, ഫ്യൂച്ചറിൽ ആ വിഷയം അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബൈറ്റ് ഇവിടെ ഇട്ട് കാണിച്ചിട്ട് വീണ്ടും ഇതിലൊക്കെ ആ ഒരു ട്രാൻസിഷനും പരിപാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിലേക്ക് ഭയങ്കര കളർഫുള്ളായിരുന്നു സിനിമ. സിനിമാറ്റോഗ്രഫി ആവട്ടെ, മ്യൂസിക് ആവട്ടെ, അതെല്ലാം ഗംഭീരം, നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് പടത്തിന്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് പക്ഷേ മ്യൂസിക്കിനോടാണ് താല്പര്യം. മൊഞ്ചൻസ് എന്നാണ് ഇവന്മാരുടെ ട്രൂപ്പിൻ്റെ പേര്. മുഞ്ചൻസ് എന്ന ഇവന്മാരെ ഇടയ്ക്ക് വിളിച്ച് കോമഡിയൊക്കെ കാണിച്ച് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സിനിമ തുടക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ അബിൻ ബിനോ, വിനീത് ബീപ് കുമാർ, പിന്നെ നമ്മുടെ പഴയ രവിചന്ദ്രൻ ഡാൻസർ പുള്ളിക്കാരൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ജോണി ആൻ്റണി വന്ന് കയറുന്നുണ്ട്. ജോണി ആൻ്റണി ത്രൂ ഔട്ട് ഏറ്റവും കൂടുതൽ ഡയലോഗുള്ളത് ജോണി ആൻ്റണിക്കാണ് ഈ പടത്തിൽ. മൊത്തം ഹെഡ് ചെയ്ത് നിൽക്കുന്ന ജോണി ആൻ്റണി ഉണ്ട്. പിന്നെ അവരുടെ കുടുംബം മുസ്ലിം കുടുംബം. അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടാകുന്നു. സാക്ഷി വൈദ്യയുടെ കഥാപാത്രം. ഈ സാക്ഷി വൈദ്യയുടെ കഥാപാത്രം എന്ന് പറയണത് ഒന്നിൽ ചിരിക്കും, ഇല്ലെങ്കിൽ കരയും. ഇതിൻ്റെ ഇടയ്ക്കുള്ള വേറെ ഭാവങ്ങളും വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നായിക. ഇതിൽ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് തോന്നിയത് ഇതിലെ പ്രണയം പഴയ നൂറ്റാണ്ട് കാലം കൊണ്ടുവന്ന ആ ഒരു ടെംപ്ലേറ്റ് സാധനം തന്നെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. ഓക്കെ, വേറെ ഒന്നും അതിലൊരു പുതുമ കൊണ്ടുവരാനും ഒന്നും ആ പ്രണയം അങ്ങോട്ട് വർക്കൗട്ടായില്ല. ഇപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പം ഇത് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇവരുടെ ഫീലിങ്സ് നമുക്കുണ്ടാവണം. ആ പ്രണയമൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, ചുമ്മാ യാച്ച് കിട്ടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കാരണം നല്ല ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് പാറ്റേണിൻ്റെ ഒരു സംഭവം. അതുപോലെ തന്നെ പാട്ടുകൾ അത്യാവശ്യം നല്ല രസമുള്ള പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആയിരുന്നു. അതിൽ ഡാൻസ് ഉണ്ട്, ഷെയ്ൻ നിഗത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കളർഫുള്ളായിട്ട് പടപടയെ തല്ലുമാല വൈബിൽ അടിയെന്നല്ല, അല്ലാതെ ഒരു എഡിറ്റിംഗ് സംഭവം ഉണ്ടല്ലോ, ആ ഒരു വൈബ് പിടിച്ച് ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട്. പ്രണയം ഒന്ന് വലിയ കാശിന് കൊള്ളൂലെങ്കിലും ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മൊത്തം ഒരു തട്ടത്തിമറയത്ത് പോലത്തെ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പിന്നെ ഇൻ്റർവെലിനോട് അടുക്കുന്ന സമയത്ത് ഈ പടം സീരിയസ് പൊളിറ്റിക്സൊക്കെ ചർച്ച ചെയ്ത് വരുന്നു. നമ്മൾ ഒരുപാട് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഒരു സാധനത്തിൽ കയറി പിടിക്കാതെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്ന് പറഞ്ഞാൽ മതത്തിനപ്പുറം, മതത്തിൻ്റെ കെട്ടുപാടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്നുള്ളൊരു വലിയ ഉദാത്തമായിട്ടുള്ള സന്ദേശം പകരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ലവ് ജിഹാദ് വരുന്നുണ്ട്, മിശ്ര വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇരുകൂട്ടരും അവരുടെ മതങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒപ്പോസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അങ്ങോട്ട് പോയപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഫോഴ്സ്ഡ് ആയിപ്പോയി. ഇത് ഓക്കെ, ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് റിയലിസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യണ്ടേ. ഇത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ റൊമാൻറ്റിക്കും പരിപാടിയൊക്കെ മാറ്റി സൈഡാക്കിയിട്ട് ഫുള്ള് ഈ പൊളിറ്റിക്സ് തന്നെ പറഞ്ഞു പോകുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളായിട്ട് അത് പറയാൻ വേണ്ടി കഥാപ്രസംഗം നടത്തും പോലത്തെ ഒരു ഫീലാണ് വന്നത്. ക്രിഞ്ചായിട്ട് സീനുകൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞ മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അവർ പറയുന്ന ക്ലൈമാക്സ് ഒക്കെ വരുമ്പം പറയുന്ന സാധനം ഫോഴ്സ്ഡാണ്. അങ്ങനെ ഫോഴ്സ്ഡായിട്ട് ഇതിൽ പൊളിറ്റിക്സ് വന്ന് അതുകൊണ്ട് തന്നെ അത് ഒരു റിയാലിറ്റിയായിട്ട് ചേർന്ന് പോകാത്ത രീതിയിൽ ഇതിൽ ഒരു കോർട്ട് സീന് വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, വമ്പിച്ച കോമഡി. കോർട്ട് സീനിൽ നമ്മുടെ ജോണി ആൻ്റണി നിന്നങ്ങ് വാദിക്കുകയാണ്. ജോണി ആൻ്റണി പറയണതൊന്നും മനസ്സിലാവില്ല, നാക്ക് തിരുന്നുന്നില്ല. സ്പീഡിൽ സ്ഫുടമായിട്ട് മമ്മൂട്ടി നരസിംഹത്തിലൊക്കെ പറയുമ്പോൾ പറയണ്ടേ, പക്ഷേ അത് അങ്ങോട്ടും ഒക്കെ അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റുകളായിട്ടും ട്രോളുകളായിട്ടും ഒക്കെ കണ്ടിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഒരു മനുഷ്യൻ നിന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് ജഡ്ജി ഇമോഷണലാവുന്നു. ജഡ്ജി വീട്ടിൽ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജിയെ പോലത്തെ ഒരു ജഡ്ജി ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ട് കോമഡിയായിട്ട് നമ്മൾ ചിരിച്ച് മറിയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻസോ ഈ വിഷയത്തിൻ്റെ തീവ്രതയോ ഒന്നും അവിടെ ഫീൽ ചെയ്യിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരളവൊക്കെ കുറച്ച് ചിരിയും തമാശയും പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയെങ്കിൽ സെക്കൻഡ് ഹാഫ് അത് നല്ല ലെങ്തും വലിച്ച് നടിക്കുന്നതുപോലെ ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കോമഡിയാണ്. ക്ലൈമാക്സിൽ ഒരു പള്ളിയുടെ പരിസരിച്ചിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഒട്ടും നല്ല ആർട്ടിഫിഷ്യലായിട്ട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ കണ്ടു തീർത്തിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ്
ഹാൽ എന്നുള്ള സിനിമ എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ ഹലാക്കിലാക്കി എന്നുള്ള ഒരു ഫീലാണ് വരുന്നത്. പിന്നെ ഇവരെ കൂടാതെ മധുപാൽ ഒരു നിർഗുണ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീതമുണ്ട് അമ്മയായിട്ട്. ഇവരൊക്കെ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണം പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ജോയ് മാത്യു ഉണ്ട്, നിഷാ സാഗറുണ്ട്, നിയാസ് ബക്കർ, മനോജ് കെ യു, ഒരുപാട് പേരുണ്ട്. സുരേഷ് കൃഷ്ണ, സോഹൻ സീനുലാൽ, ഉണ്ണി രാജ. അതന്നെ, അതവിടെ കുറച്ച് RSS കാണിക്കുന്ന സമയത്ത് ഒരു പറയണ കുറച്ച് ഒരു ചെറിയൊരു സാധനം ഇവരുടെ പൊളിറ്റിക്സ് ഒരു ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ മറ്റേ അവിടെ ചിദംബരവട്ടത്ത് വരാം. ചിദംബരവട്ടോ നമ്മുടെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാണ്, അതെന്തോ സെൻസർ ചെയ്ത് മാറ്റി തോന്നുന്നു, ചിദംബരവട്ടം എന്നാക്കി. സുൽത്താൻ ബത്തേരി എന്ന് പറയും എന്നിട്ട് ചിരിക്കുകയാണ്. അത് ഇന്നേ ഉള്ള കോമഡി. അത് ഇപ്പോഴും പറഞ്ഞിട്ട് അത് വർക്കൗട്ടാവും. അത് സോഷ്യൽ മീഡിയയിലൊക്കെ കീറി വിട്ട സാധനമല്ലേ. അങ്ങനെ പിന്നെ ബീഫ് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അതിൽ തന്നെ അത് ക്രിഞ്ചായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടിരുന്നത്. പിന്നെ നിർമ്മൽ പാലാഴിയുടെ ടീം വരുന്നുണ്ട്, SDP ആയിട്ട്. അവർ പേരൊക്കെ വേറെയാണ്. അവർ വന്നിട്ട് അവരെ കുറേ കോമഡികൾ ചുമ്മാ അങ്ങ് ബോംബിടാൻ പോകുന്നു, എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുക. ഇവർക്ക് ഒരേ സമയം ഇവർക്ക് ഇതിനെയൊക്കെ ഊക്കേൻ വേണം എന്നാൽ അതിൽ ഒരു റിയലിസ്റ്റിക് സ്വഭാവം കൊണ്ടുവരാനും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഈ RSS കാണിക്കുന്ന സമയത്ത് രാഗിയെ ഇങ്ങനെ ബ്ലർ ചെയ്തിരിക്കുന്നത് എന്താണ്? രാഗി കെട്ടുന്ന മനുഷ്യരൊന്നും ഇവിടെ ഇല്ലേ? അതിന് സെൻസർ ബോർഡ് പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. വേറെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാഗി കെട്ടിക്കൊണ്ട് വന്നത്. അതൊക്കെ ബ്ലർ ചെയ്ത് ഇങ്ങനെ ഉണ്ടായിട്ട് വെച്ചിരിക്കണം അവിടെയൊക്കെ. സെൻസറിങ് ഇഷ്യൂ ആയിരിക്കും, എന്തൊക്കെ ഇഷ്യൂ ഈ പടത്തിന് തുടർന്നുണ്ടായിരുന്നു ഇതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടെന്ന്. അതൊക്കെ കൊണ്ടായിരിക്കാം. വട്ടവർ അതൊന്നും സിനിമയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊന്നും ആരും ഈ വിഷയത്തിൻ്റെ ഒരു കാമ്പും കഴമ്പും അതൊന്നും ഈ മറ്റേ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വാണപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടി കൊടുക്കും പോലെ എടുത്തു വെച്ച പടവും അതുപോലെ തന്നെ ക്രിഞ്ചാക്കി വെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫ്. പിന്നെ ഇതിൽ എടുത്തു പറയാൻ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ നന്ദഗോപൻ. ഞാൻ മുമ്പ് ഈ പേര് കേട്ടിട്ടില്ല. നല്ല വർക്കാണ് കേട്ടോ. നല്ല പാട്ടുകൾ, ഒരുപാട് വൈബുള്ള പാട്ടുകൾ ഉണ്ട്. അതുപോലെ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്, രണ്ടുപേരും നല്ല ടാലൻറ്റഡ് ആണ്. അവർ കയറി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തരുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ജെൻസി വൈബിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ പോയി എങ്ങോട്ടൊക്കെയോ പോയി എങ്ങനെയൊക്കെയോ തീർന്ന ഒരു സിനിമ. എന്തരാ വരട്ടെ.